ഈ ദുഃഖവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരൻ കുഞ്ഞിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുമോൾ സിസ്റ്റർ, മക്കൾ എമി, പ്രിയപ്പെട്ട നോബിൾ, പ്രിയ നിസ്സി, ലിബിന്, കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാച്ചക്കാർ, സ്നേഹിതർ, ബന്ധുവിശ്വാസികൾ, ആദരണീയരായ കത്തദാസന്മാർ, വെള്ളക്കോട്ടയും അമ്പലത്തിൻ്റെയും ഭവനത്തിലെ ആളുകൾ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവരോടും ഉള്ള സ്നേഹവും വന്ദനവും ഈ തരുണത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിനെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും വളരെ നല്ല കാര്യങ്ങൾ എല്ലാവരും പറയുവാനിടയായി. ഇനി ഞാൻ ആ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ ശുശ്രൂഷ വളരെ ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും ഒന്നു കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊള്ളട്ടെ. കുഞ്ഞ് എപ്പോഴും ഒരു പുഞ്ചിരിയോടെ, ഇപ്പോഴും ഈ കിടപ്പിലും അത് മാന്യമില്ല എന്നെനിക്ക് തോന്നുന്നു. സ്നേഹത്തോടെ, സന്തോഷത്തോടെ എല്ലാവരോടും ഇടപെടുന്ന, എല്ലാവരും ആ സാക്ഷ്യമാണല്ലോ പറയുവാനിടയായത്, എല്ലാവരോടും ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല മാതൃകയുള്ള ക്രിസ്തീയ സഹോദരനായിരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് സ്നേഹമായി ഇടപെടുകയും വർത്തമാനം പറയുകയും, താൻ വിദേശരാജ്യത്തായിരുന്നപ്പോൾ പോലും പലപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. ആ നല്ല സഹോദരൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുമോൾ സിസ്റ്ററിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൾ സിസ്റ്ററിനെ സംബന്ധിച്ച് ഒരു പ്രാർത്ഥന ജീവിതമുള്ള ഒരു പ്രാർത്ഥിക്കുന്ന സഹോദരിയാണ്. ഈ കുടുംബത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിൻ്റെ കാരണവും പ്രിയ കുഞ്ഞുമോൾ സിസ്റ്ററിൻ്റെ പ്രാർത്ഥന അനുഭവമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. എമിയും നോബിളും അവരെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ആ പ്രിയ കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, 4-5 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ഓടി വന്ന് അതേ കത്തുദാസൻ എന്നുള്ള നിലയിൽ കൈതരികയും സ്തോത്രം പറയുകയും ഒക്കെ ചെയ്തു. ആ വീട്ടിൽ കൊച്ചു പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ആ നിലയിലാണല്ലോ എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. അതേ കുടുംബത്തിന് വേണ്ടി കരുതുന്ന എമിയും കുടുംബവും അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ നിസ്സിയെ സംബന്ധിച്ചും എനിക്ക് ജോലിക്ക് പോകണ്ട, ഞാൻ പപ്പായെ ശുശ്രൂഷിക്കുകയാണ് എന്ന് പറയുകയുണ്ടായി. ജോലിയേക്കാൾ വലിയ കാര്യമായി പിതാവിനെ ശുശ്രൂഷിക്കുന്ന ആ കരുതിയ മകള്, അതെ ആ കുഞ്ഞുങ്ങള്, അതെ ഈ ഭവനം ഒരു പ്രാർത്ഥനാ ഭവനമാണ്. ആ നിലയിൽ ദൈവം അവരോട് കാണിച്ചിട്ടുള്ള എല്ലാ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്നുള്ളത് മക്കളുടെ കടമയാണ്. അതേ മാതാപിതാക്കളെ എത്ര നമ്മൾ ശുശ്രൂഷിച്ചാലും അവർ ചെയ്ത ത്യാഗത്തിന് പകരമാകില്ല. അതേ അതുകൊണ്ട് അവർ ചെയ്ത കഷ്ടപ്പാടിനും ത്യാഗത്തിനും പകരമാകില്ല. എന്നാൽ മക്കളുടെ കടപ്പാടാണ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. അത് നന്നായി ചെയ്ത ആ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അതേ മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ കുടുംബങ്ങളെ ബലവത്താക്കും എന്നാണ് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ കാര്യമായി വളരെ നന്നായി ശുശ്രൂഷിച്ചു. ഇവിടെ പലപ്പോഴും വരുമ്പോൾ കുഞ്ഞിനെ മുഷിഞ്ഞോ അതേ അലക്ഷ്യമായോ രോഗിയായിട്ടോ ഒരിക്കലും കണ്ടിട്ടില്ല. ഏറ്റവും നന്നായി ഒരുക്കിയിരിക്കുന്ന പോലെയാണ് കാണുവാൻ ഇടയായിട്ടുള്ളത്. ആ എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത്, ആ കുഞ്ഞുങ്ങളുടെ മാതൃകയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞിൻ്റെ ജീവിതവും ആ സ്നേഹവും ശുശ്രൂഷകളും മറ്റുള്ളവർക്ക് ഒരനുകരണീയമാണ്. അങ്ങനെ ആയിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. പിന്നീട് എനിക്ക് ഓർപ്പിപ്പാനുള്ളൊരു കാര്യം, ലോകത്തിൽ ഒന്നും സ്വന്തം അല്ല. പിതാവ് സ്വന്തമല്ല, മാതാവ് സ്വന്തമല്ല, ഭാര്യ സ്വന്തമല്ല, ഭർത്താവ് സ്വന്തമല്ല, മക്കൾ സ്വന്തമല്ല. അതേ ലോകത്തിലുള്ള ഒന്നും സ്വന്തമല്ല. അതേ ദൈവവചനം ഇങ്ങനെ പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് ദൈവം നമുക്ക് തരുന്ന തണലും അത് തുണയും ഒക്കെയാണ് ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും. എന്നാൽ വേർപാട് നമുക്ക് ദുഃഖകരമാണ്. നമ്മുടെ എല്ലാം തീർന്നു എന്നുള്ള തോന്നലുണ്ടാകും, ഹൃദയത്തിൽ വേദന ഉണ്ടാകും, കൈകൾ ശൂന്യമായി പോയി എന്നുള്ളൊരു തോന്നലുണ്ടാകും. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, മരണമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന്